فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. ആകയാൽ ഏകാഗ്രതയോടെ മുഖം ഈ ദീനിനു നേരെ ഉറപ്പിച്ചു നിർത്തുക. അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഏത് പ്രകൃതിയിലാണോ അതിൽ നിലകൊള്ളുക. അല്ലാഹുവിന്റെ സൃഷ്ടിഘടന മാറ്റമില്ലാത്തതാകുന്നു. ഇതത്രേ തികച്ചും ഋജുവും സത്യവുമായ ദീൻ. പക്ഷേ അധിക ജനവും അറിയുന്നില്ല. ഇവിടെ ആകയാൽ എന്നതിന്റെ താൽപര്യമിതാണ്. ഈ പ്രപഞ്ചത്തിന്റെയും മനുഷ്യന്റെയുമെല്ലാം സ്രഷ്ടാവും ഉടമസ്ഥനും ഭരണാധികാരിയും ഏകനായ അല്ലാഹു മാത്രമാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞുവെങ്കിൽ അതിനുശേഷം നിങ്ങളുടെ കർമ്മരീതി ഈ വിധമായിരിക്കണം. ഇവിടെ ദീൻ എന്നതുകൊണ്ടുദ്ദേശ്യം വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന സവിശേഷ ദീനാണ്. അത് സൃഷ്ടികളുടെ ആരാധനയും അനുസരണവും അടിമത്തവും അർഹിക്കുന്നവൻ ഏകനായ അല്ലാഹു മാത്രമാണെന്നും അവനല്ലാതെ മറ്റാർക്കും ദിവ്യത്വമോ അതിന്റെ ഗുണങ്ങളോ അധികാരങ്ങളോ വകവെച്ചു കൊടുത്തുകൂടെന്നും അനുശാസിക്കുന്നു. കൂടാതെ മനുഷ്യനെ സ്വന്തം സംതൃപ്തിയോടെ ആഗ്രഹാഭിലാഷങ്ങളോടെ അല്ലാഹുവിന്റെ മാർഗദർശനവും നിയമനിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഏകാഗ്രതയോടെ അതിനു നേരെ മുഖം ഉറപ്പിച്ചു നിർത്തുക എന്നാൽ മറ്റൊന്നിലേക്കും ഉന്മുഖനാവാതിരിക്കുക എന്നർത്ഥം. ജീവിതത്തിന് ഈ സരണി തെരഞ്ഞെടുത്ത ശേഷം ഇനി മറ്റൊരു സരണിയിലേക്കും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യരുത്. പിന്നെ നിങ്ങളുടെ വിചാരവികാരങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും മുസൽമാന്റേതായിരിക്കണം. നിങ്ങളുടെ മൂല്യങ്ങളും മാനദണ്ഡങ്ങളും ഇസ്ലാം നൽകുന്നതായിരിക്കണം. നിങ്ങളുടെ ധർമ്മങ്ങളുടെയും കർമ്മചര്യകളുടെയും അടിസ്ഥാനം ഇസ്ലാം ആവശ്യപ്പെടുന്നതായിരിക്കണം. നിങ്ങളുടെ വ്യക്തിപരവും സാമൂഹികവുമായ ജീവിത ഇടപാടുകളുടെ പ്രയാണം ഇസ്ലാം നിങ്ങൾക്ക് നിർദ്ദേശിച്ചു തന്ന മാർഗത്തിലൂടെയായിരിക്കണം. മുഴുവൻ മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഏകനായ അല്ലാഹുവല്ലാതെ മറ്റേതെങ്കിലും സ്രഷ്ടാവോ നാഥനോ അനുസരിക്കപ്പെടേണ്ട ആരാധ്യനോ തനിക്കില്ല എന്ന പ്രകൃതിയിന്മേലാണ്. ഇതേ പ്രകൃതിയെ നിങ്ങൾ നിലനിർത്തേണ്ടതുണ്ട്. സ്വയം പരമാധികാരിയുടെ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അത് പ്രകൃതിക്ക് വിരുദ്ധമായ പ്രയാണമാണ്. മറ്റുള്ളവരുടെ അടിമത്തത്തിന്റെ ചങ്ങല കഴുത്തിലണിയുകയാണെങ്കിൽ അതും പ്രകൃതി വിരുദ്ധമായ ചര്യ തന്നെ. നബി തിരുമേനി നിരവധി ഹദീസുകളിലൂടെ ഈ ആശയം വ്യക്തമാക്കിയിട്ടുണ്ട്. നബി തിരുമേനി പ്രസ്താവിച്ചതായി ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്യുന്നു. ഏതൊരു ശിശുവും പിറന്നു വീഴുന്നത് മൗലികമായ മനുഷ്യപ്രകൃതിയോടെയാണ്. മാതാപിതാക്കളാണ് അവനെ ജൂതനോ ക്രിസ്ത്യാനിയോ മജൂസിയോ മറ്റോ ആക്കുന്നത്. അതിന്റെ ഉദാഹരണം ഇപ്രകാരമാണ്. എല്ലാ കാലികളും തികച്ചും കുറ്റമറ്റ കാലികളെ തന്നെ ജനിപ്പിക്കുന്നു. അവയിൽ ഒറ്റയെണ്ണവും ചെവി ചെത്തിയതായി പിറക്കുന്നില്ല. പിന്നീട് വിഗ്രഹാരാധകർ തങ്ങളുടെ അന്ധവിശ്വാസങ്ങളുടെ ഫലമായി അവയുടെ ചെവി അറുക്കുന്നു. മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം. ഒരു യുദ്ധത്തിൽ മുസ്ലിങ്ങൾ ശത്രുക്കളുടെ കുട്ടികളെ കൂടി വധിക്കാനിടയായി. വാർത്തയറിഞ്ഞ നബി തിരുമേനി വളരെ അസ്വസ്ഥനായിക്കൊണ്ട് പറഞ്ഞു, ആളുകൾക്കെന്തായിപ്പോയി? ഇന്നവർ വധത്തിൽ അതിരുവിട്ടുപോയി. കുട്ടികളെപ്പോലും വധിച്ചു കളഞ്ഞിരിക്കുന്നു. ഒരാൾ തിരുമേനിയോട് ചോദിച്ചു, അവർ മുശ്രിക്കുകളുടെ സന്തതികളല്ലേ? തിരുമേനി പറഞ്ഞു, നിങ്ങളിലെ ശ്രേഷ്ഠരെല്ലാം മുശ്രിക്കുകളുടെ സന്തതികൾ തന്നെയാണ്. അനന്തരം പ്രസ്താവിച്ചു, എല്ലാവരും ശുദ്ധപ്രകൃതിയോടെ ജനിക്കുന്നു. അങ്ങനെ അതിന്റെ നാവിന് സംസാരശേഷി വന്നാൽ മാതാപിതാക്കൾ അതിനെ ജൂതനോ ക്രിസ്ത്യാനിയോ ആക്കുന്നു. ഇമാം അഹ്മദ് നിവേദനം ചെയ്ത മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം. ഒരിക്കൽ നബി തിരുമേനി തന്റെ ഖുതുബയിൽ പ്രസ്താവിച്ചു, എന്റെ നാഥൻ പറയുന്നു, ഞാൻ എന്റെ സൃഷ്ടികളെയെല്ലാം കളങ്കമില്ലാതെയാണ് സൃഷ്ടിച്ചത്. പിന്നെ ചെകുത്താന്മാർ വന്ന് അവരെ തങ്ങളുടെ ദീനിൽ നിന്ന് വ്യതിചലിപ്പിച്ചു. ഞാൻ അനുവദിച്ചതിനെ അവർക്ക് നിഷിദ്ധമാക്കി. ഞാൻ ഒരു പ്രമാണവും ഇറക്കിയിട്ടില്ലാത്ത ചിലതിനെ എന്റെ പങ്കാളികളാക്കാൻ അവരോട് കൽപ്പിക്കുകയും ചെയ്തു. ദൈവം മനുഷ്യനെ തന്റെ അടിമയായി സൃഷ്ടിച്ചിരിക്കുന്നു. തന്റെ മാത്രം അടിമയായിരിക്കാനാണ് സൃഷ്ടിച്ചത്. ഈ ഘടന ആർക്കും മാറ്റിമറിക്കാനാവില്ല. മനുഷ്യന് അടിമത്തത്തിൽ നിന്ന് അടിമയല്ലാത്തവനാകാൻ കഴിയില്ല. ദൈവേതര ശക്തികളെ തന്റെ യഥാർത്ഥ ദൈവമാക്കാനും കഴിയില്ല.
മനുഷ്യൻ സ്വയം എത്ര തന്നെ ആരാധ്യനായി കരുതിയാലും ശരി, അവൻ ഏകദൈവത്തിന്റെ അടിമയാണെന്ന യാഥാർത്ഥ്യത്തിന് ഒരു ഇളക്കവും തട്ടുന്നില്ല. മനുഷ്യൻ തന്റെ മൂഢതയും അജ്ഞതയും മൂലം ആരെയൊക്കെ ദൈവിക ഗുണങ്ങളുടെയും അധികാരങ്ങളുടെയും വാഹകരായി കരുതിക്കൊള്ളട്ടെ, ആരെയൊക്കെ തന്റെ ഭാഗധേയം നന്നാക്കുകയോ ചീത്തയാക്കുകയോ ചെയ്യാൻ കഴിവുള്ളവരായി സങ്കൽപ്പിച്ചാലും ശരി, ദിവ്യത്വത്തിന്റെ അധികാരങ്ങളും ഗുണങ്ങളും മനുഷ്യന്റെ ഭാഗധേയം നന്നാക്കാനും ചീത്തയാക്കാനുമുള്ള കഴിവും അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും ലഭ്യമാകുന്നില്ല. ഈ സൂക്തത്തെ മറ്റൊരു വിധത്തിൽ ഇങ്ങനെയും തർജ്ജമ ചെയ്യാവുന്നതാണ്: അല്ലാഹുവിനാൽ നിർമ്മിക്കപ്പെട്ട ഘടനയെ മാറ്റിമറിക്കരുത്. അതായത്, മനുഷ്യനെ അല്ലാഹു ഏതൊക്കെ പ്രകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ പ്രകൃതിയെ നശിപ്പിക്കുകയോ തുടച്ചു മാറ്റുകയോ ചെയ്യുന്നത് ശരിയല്ല. വികലതയില്ലാത്ത പ്രകൃതിയിൽ നിലകൊള്ളുക എന്നത് തന്നെയാണ് ശരിയും സത്യവുമായ മാർഗമെന്നാണ് ഋജുവും സത്യവുമായ ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. منيبين إليه واتقوه وأقيموا الصلاة ولا تكونوا من المشركين. അല്ലാഹുവിങ്കലേക്ക് മടങ്ങുന്നവരാകുവിൻ, അവനോട് ഭയഭക്തിയുള്ളവരാകുവിൻ, നമസ്കാരം മുറപ്രകാരം നിലനിർത്തുവിൻ, ആ ബഹുദൈവ വിശ്വാസികളുടെ ഗണത്തിൽ പെട്ടുപോകാതിരിക്കുവിൻ. അല്ലാഹുവിങ്കലേക്ക് മടങ്ങുക എന്നതിന്റെ ഉദ്ദേശ്യം ഇതാണ്: സർവതന്ത്ര സ്വാതന്ത്ര്യത്തിന്റെയും പരമാധികാരത്തിന്റെയും നിലപാട് കൈക്കൊണ്ട് തന്റെ യഥാർത്ഥ ഉടമസ്ഥനിൽ നിന്ന് വ്യതിചലിച്ചവൻ, അല്ലെങ്കിൽ ദൈവേതരന്മാരുടെ അടിമത്തം സ്വീകരിച്ച് യഥാർത്ഥ നാഥനോട് നന്ദികേട് കാണിച്ചവൻ, അവന്റെ ആ നിലപാട് ഉപേക്ഷിക്കുക. സത്യത്തിൽ തന്റെ സ്രഷ്ടാവായ ഏകദൈവത്തിന്റെ അടിമത്തത്തിലേക്ക് മടങ്ങുകയും ചെയ്യുക. അല്ലാഹു സൃഷ്ടിച്ച അടിമകളായിരുന്നിട്ടും നിങ്ങൾ അവനെതിരിൽ സ്വയം പരമാധികാരിയുടെ നിലപാട് അനുവർത്തിക്കുകയോ അവനല്ലാത്ത മറ്റു വല്ലവരെയും ആരാധിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ വഞ്ചനയുടെയും നീചവൃത്തിയുടെയും കഠിന ശിക്ഷ അനുഭവിക്കേണ്ടിവരുമെന്ന ഭയം മനസ്സിലുണ്ടായിരിക്കണം. അങ്ങനെ ദൈവകോപത്തിനിരയാകുന്ന നിലപാടുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും വേണം. അല്ലാഹുവിങ്കലേക്ക് മടങ്ങലും അവന്റെ കോപത്തെ സംബന്ധിച്ച ഭയവും മനസ്സിന്റെ പ്രവർത്തനങ്ങളാണ്. ഈ മാനസികാവസ്ഥ പ്രത്യക്ഷമാക്കുന്നതിനും ഭദ്രമാക്കുന്നതിനും പുറമെ നിന്ന് കാണുന്നവർ കൂടി അയാൾ പങ്കാളികളില്ലാത്ത ഏകനായ അല്ലാഹുവിങ്കിലേക്ക് മടങ്ങിയവനാണെന്ന് മനസ്സിലാക്കും വിധമുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ അനിവാര്യമാകുന്നു. മനുഷ്യൻ സ്വന്തം മനസ്സിന്റെ ഈ മടക്കത്തിന്റെയും ഭക്തിയുടെയും അവസ്ഥയെ ഒരു ക്രിയാപരമായ അനുഷ്ഠാനത്തിലൂടെ തുടർച്ചയായി വളരാനും ദൃഢീകരിക്കാനും അവസരമുണ്ടാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ മാനസിക പരിവർത്തനം കൽപ്പിച്ച ശേഷം ഉടനെ തന്നെ നമസ്കാരം നിലനിർത്തുക എന്ന ശാരീരിക കർമ്മവും വിധിച്ചത്. മനുഷ്യ മനസ്സിൽ ഒരു സങ്കല്പം വെറും സങ്കല്പമായി മാത്രം നിലകൊണ്ടാൽ അത് ഭദ്രമാവുകയില്ല. അത് മങ്ങിപ്പോവുകയോ മാറിപ്പോവുകയോ ചെയ്യുക എളുപ്പമാണ്. പക്ഷേ അവൻ അതിനനുഗുണമായി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ആ സങ്കല്പം മനസ്സിൽ സുദൃഢമായി ഒട്ടിപ്പിടിക്കുകയും ക്രമേണ അവൻ അതനുസരിച്ച് ചലിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ വിശ്വാസവും വിചാരവും മായ്ച്ചു കളയുകയോ മാറ്റിക്കളയുകയോ ചെയ്യുക ഏറെക്കുറെ അസാധ്യമായിത്തീരുന്നു. ഈ വീക്ഷണകോണിലൂടെ നോക്കിയാൽ അല്ലാഹുവിങ്കലേക്കുള്ള മടക്കവും ദൈവഭയവും സുദൃഢമായിത്തീരുന്നതിന് ദിനേന 5 നേരം നിഷ്ഠയോടെ നമസ്കാരം നിർവഹിക്കുന്നതിനേക്കാൾ ഫലപ്രദമായ മറ്റൊരു കർമ്മവുമില്ലെന്ന് കാണാവുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ മറ്റേത് കർമ്മമാകട്ടെ അതിന്റെ വേള വിവിധ ഘട്ടങ്ങളിലാണ് ആഗതമാകുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്ത രൂപങ്ങളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ്. പക്ഷെ നമസ്കാരം ഏതാനും മണിക്കൂറുകൾ മാത്രമുള്ള ഓരോ ഇടവേളയ്ക്ക് ശേഷവും നിർണിതമായ ഒരേ രൂപത്തിൽ പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മമാണ്. അതിൽ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള ഈമാന്റെയും ഇസ്ലാമിന്റെയും പാഠങ്ങളെല്ലാം മനുഷ്യൻ ആവർത്തിച്ചാവർത്തിച്ച് ഉരുവിടുന്നു. അങ്ങനെ അതവൻ മറക്കാതെ കൊണ്ടു നടക്കുന്നു. കൂടാതെ നാട്ടുകാരിൽ ആരെല്ലാം ധിക്കാരത്തിന്റെ മാർഗം ഉപേക്ഷിച്ച് ദൈവത്തോടുള്ള അനുസരണത്തിന്റെ മാർഗം സ്വീകരിച്ചിരിക്കുന്നുവെന്ന് വിശ്വാസികൾക്കും നിഷേധികൾക്കും വ്യക്തമാകേണ്ടതും അനിവാര്യമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വെളിപ്പെടേണ്ടതിന്റെ ആവശ്യം ഇതാണ്: അവർക്ക് ഒരു സമൂഹമായി വർത്തിക്കാനും പരസ്പരം സഹകരിക്കാനും കഴിയുക. തങ്ങളുടെ സമൂഹത്തിൽ ഉൾപ്പെട്ട ഒരാൾക്ക് ഈമാനും ഇസ്ലാമുമായുള്ള ബന്ധം അയഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അയാളുടെ അവസ്ഥയെക്കുറിച്ച് എല്ലാ വിശ്വാസികൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ലക്ഷണം പ്രകടമാവുക.
തങ്ങളെപ്പോലുള്ള മനുഷ്യർ യഥാർത്ഥ ദൈവത്തിങ്കിലേക്ക് ആവർത്തിച്ചാവർത്തിച്ച് മടങ്ങുന്നതുകൊണ്ട് അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശുദ്ധപ്രകൃതി ഉണരാനിടയാവുക എന്നതാണ് നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തമാകേണ്ടതിന്റെ ആവശ്യകത. അവർ ഉണരുന്നില്ലെങ്കിൽ ഈ ദൈവഭക്തരുടെ കർമ്മോത്സാഹം കണ്ട് അവരിൽ അമ്പരപ്പുളവാകണം. ഈ 2 ലക്ഷ്യങ്ങൾക്കും ഏറ്റവും ഉചിതമായ ഉപാധി നമസ്കാരം നിലനിർത്തൽ തന്നെയാണ്. ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപിടി ആളുകൾ മാത്രമുള്ള മുസ്ലിം സമൂഹം മക്കയിൽ സത്യനിഷേധികളുടെ അക്രമമർദ്ദനങ്ങൾക്ക് വിധേയരായി കഴിഞ്ഞുകൂടിയിരുന്ന കാലഘട്ടത്തിലാണ് നമസ്കാരം നിലനിർത്തുക എന്ന ഈ വിധി നൽകപ്പെട്ടത്. അതിനുശേഷവും 9 വർഷത്തോളം അവർ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരുന്നു. അക്കാലത്ത് ഒരു ഇസ്ലാമിക ഭരണം നിലവിൽ വരുന്നതിന്റെ വിദൂര ലക്ഷണങ്ങൾ പോലും ദൃശ്യമായിരുന്നില്ല. ഹദീസ് നിഷേധികൾ വാദിക്കുന്നത് പോലെ ഇഖാമത്തുസ്വലാത്ത് എന്നതിന്റെ വിവക്ഷ നമസ്കാരം നിലനിർത്തുക എന്നേയല്ല, മറിച്ച് റുബൂബിയത്ത് വ്യവസ്ഥിതി കൊണ്ടു നടത്തുകയാണ് എങ്കിൽ ഈ ഘട്ടത്തിൽ ഖുർആൻ ഇങ്ങനെ അനുശാസിക്കുന്നതിനെന്തർത്ഥമാണുള്ളത്? ഈ ശാസന വന്ന ശേഷം 9 വർഷത്തോളം നബി തിരുമേനിയും സ്വഹാബത്തും അത് പ്രാവർത്തികമാക്കിയിരുന്നതെങ്ങനെയായിരുന്നു? മിനല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയആ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. അതായത് തങ്ങളുടെ ദീനിനെ പിളർക്കുകയും സംഘങ്ങളായി ചിതറിപ്പോവുകയും ചെയ്തവരിൽ ഓരോ സംഘവും അവരുടെ കൈവശമുള്ളതിൽ നിഗളിക്കുകയാകുന്നു. മനുഷ്യവർഗത്തിന്റെ യഥാർത്ഥ മതം നേരത്തെ പറഞ്ഞ പ്രകൃതി മതം മാത്രമാണെന്ന സംഗതി സൂചിപ്പിക്കുകയാണിവിടെ. ഈ മതം ബഹുദൈവ മതങ്ങൾ ക്രമാനുഗതമായി പുരോഗതി പ്രാപിച്ച് ഏകദൈവത്വത്തിലെത്തിച്ചേർന്നതല്ല. ന്യായാധികരണത്തിലൂടെയും നിഗമനങ്ങളിലൂടെയും ഒരു മതദർശനം കരുപിടിപ്പിക്കുന്ന ചില മാന്യന്മാർ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ സംഗതി നേരെ മറിച്ചാണ്. ഈ ലോകത്ത് കാണപ്പെടുന്ന മറ്റെല്ലാ മതങ്ങളും ആ മൗലിക മതത്തിനുണ്ടായ വൈകല്യങ്ങളിൽ നിന്നുത്ഭവിച്ചതാണ് എന്നതത്രേ വസ്തുത. വിവിധ ജനങ്ങൾ പ്രകൃതി സത്യങ്ങളിന്മേൽ സ്വയം നിർമ്മിച്ച ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് വെവ്വേറെ മതങ്ങളുണ്ടാക്കിയതും ഓരോരുത്തരും മൗലിക സത്യത്തെ വിട്ട് തങ്ങളെ ഇതരന്മാരിൽ നിന്നും വേർതിരിച്ച് ഒരു സ്വതന്ത്ര വിഭാഗമായി നിർത്തുന്ന ആ കൂട്ടിച്ചേർത്ത ഭാഗങ്ങളുടെ പൂജകരായതുമാണ് ഈ വൈകല്യങ്ങളുണ്ടാവാൻ കാരണം. യഥാർത്ഥ മതത്തിന്റെ അടിത്തറയായ ഈ മൗലിക സത്യത്തിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമേ ഇനി ഏതൊരാൾക്കും സന്മാർഗം പ്രാപിക്കാൻ കഴിയൂ. അതല്ലാത്ത എല്ലാ കൂട്ടിച്ചേർക്കലുകളിൽ നിന്നും അവയുടെ പൂജകരിൽ നിന്നും തികച്ചും അകന്നു നിൽക്കുകയും വേണം. അവരുമായുള്ള ഏതു കൂട്ടുകെട്ടും യഥാർത്ഥ മതത്തിൽ വൈകൃതങ്ങളുണ്ടാവാൻ നിമിത്തമായി തീരും. وَإِذَا مَسَّ النَّاسَ ضُرٌّ دَعَوْا رَبَّهُم مُنِيبِينَ إِلَيْهِ ثُمَّ إِذَا أَذَاقَهُم مِّنْهُ رَحْمَةً إِذَا فَرِيقٌ مِّنْهُم بِرَبِّهِمْ يُشْرِكُونَ. ജനത്തിന്റെ സ്വഭാവമെന്തെന്നാൽ ദുരിതം ബാധിക്കുമ്പോൾ അവർ നാഥനിലേക്ക് മടങ്ങി പ്രാർത്ഥിക്കുകയായി. എന്നിട്ട് അവന്റെ കാരുണ്യം വല്ലതും അവരെ രുചിപ്പിച്ചാലോ അപ്പോഴതാ അവരിലൊരു കൂട്ടർ തങ്ങളുടെ നാഥന് പങ്കാളികളെ കൽപ്പിക്കുന്നു. അവരുടെ ഹൃദയത്തിന്റെ അഗാധതകളിൽ തന്നെ ഏകദൈവത്വമാണ് സത്യം എന്നതിന് സാക്ഷ്യങ്ങളുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. പ്രതീക്ഷയുടെ എല്ലാ നാളങ്ങളും അറ്റുപോകുമ്പോഴൊക്കെ അവർ സ്വന്തം മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നും വിളിച്ചു പറയുന്നു, പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ പരമാധികാരി അതിന്റെ ഉടമസ്ഥൻ തന്നെയാകുന്നു. അവന്റെ സഹായത്താലേ ഞങ്ങളുടെ കഷ്ടതകൾ അകറ്റാൻ കഴിയൂ. അവരിലൊരു കൂട്ടർ തങ്ങളുടെ നാഥന് പങ്കാളികളെ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ ഇതാണ്. അവർ വീണ്ടും തങ്ങളുടെ കൃത്രിമ ദൈവങ്ങൾക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിച്ചു തുടങ്ങുകയും ആപത്ത് നീങ്ങിപ്പോയത് ഈ മഹാത്മാവിന്റെ പുണ്യം കൊണ്ടാണെന്ന് ജൽപ്പിക്കുകയും ചെയ്യുന്നു. لِيَكْفُرُوا بِمَا آتَيْنَاهُمْ فَتَمَتَّعُوا فَسَوْفَ تَعْلَمُونَ. നാം ചെയ്ത ഔദാര്യത്തിന് നന്ദികേട് കാണിക്കാൻ ശരി രസിച്ചുകൊള്ളുക, അടുത്ത ഭാവിയിൽ നിങ്ങൾ അറിയും. فَأَقِمْ وَجْهَكَ لِلدِّينِ حَنِيفًا
فطرة الله التي فطر الناس عليها لا تبديل لخلق الله